ഹലോ ഗൈസ് ഇവിടെ പറഞ്ഞു പോകുമ്പോ ആ റൂമണ്ട മാറണേ ആളൂടുണ്ട് സുഹൃത്തെ നമ്മളാ റൂമിത്തെ ഗിറുകിറാക്കണ പോണം. നമ്മളെ റൂമിത്തെ ഒരു നെടുന്തൂണ് അറിയാം, വേണമെങ്കിൽ ഒരു കാർന്നൂർന്ന് പറയാ. നമുക്ക് എല്ലാവർക്കും ഒരു വാപ്പാടെ വെല്ലിപ്പാടെ ഒരു സാധനം ആയിരുന്നു അസീബ്ക്കാക്ക്. അതിന്റെ ഒരു സങ്കടം കാണാണ്ട് കണ്ട. അയ്യോ ആ സങ്കടം കാണിക്കണ സ്റ്റെപ്പ് ഉണ്ടാവാൻ അതിന്റെ ഇടയില്. അസീബ്ഖ നമ്മുടെ പുതിയ ഡ്രൈവറാണ്. എന്തെങ്കിലും അസീബ് ഖാനെ വിളിക്കാറ്, വണ്ടിയൊക്കെ എടുത്ത് വരും. നമ്മളെ റൂമിൽ ഒരു ഗിറുകിറുക്കാക്കിയിരുന്നു. അപ്പൊ പോണേല് നമുക്ക് വലിയൊരു വിഷമമുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ തന്ന് പോണ കാര്യം പിന്നെ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ സ്ഥലം, മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനിൽ നമ്മല്ലെങ്കിലും ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. നീ ഉണ്ടാവും, ഞാനുണ്ടാവും ഇവിടെ. നീ മിണ്ടണ്ട, അധികം മിണ്ടിയ പ്രശ്നം. നീ പറയാൻ വന്ന കാര്യം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പുതിയ വണ്ടി കേട്ടോ, പറയണ പ്രശ്നം ഞാൻ സ്പീഡാക്കിക്കോളാം. നീ പറഞ്ഞോ, മെല്ലെ പറഞ്ഞോ. നിനക്ക് എന്താ പറയാ, നിന്റെ ദുബായ് ലൈഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദുബായ് ലൈഫ് വളരെ അടിപൊളിയാണ്. where you see after 5 years? 5 years നോക്കി കാണാനുള്ളൊരു ഇതിലാണ് ഞാനിപ്പോ. നീ ഇപ്പഴേ വന്നപ്പോൾ മാനേജർ പൊസിഷനിൽ കിട്ടിയ എന്റെ കഴിവനുസരിച്ച് അങ്ങനെ കിട്ടണ. എനിക്ക് ചെറിയ തോന്നുന്നു തരാൻ ഒരു കമ്പനീസും ബില്ലിംഗ് ആവില്ല. സി വി കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേക്കൻസി ഉണ്ട്, ഇവിടെ ഒരു മാനേജർ വേക്കൻസി ഉണ്ട്. പക്ഷേ മാനേജറിക്കാണ് ഞാൻ നിന്നെ സജസ്റ്റ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ എന്റെ കമ്പനിയില് മാനേജറായിട്ട് തന്നെ എടുത്തപ്പോ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞവര്. പിന്നെ വേറെ ആരും വേണ്ടല്ലോ. പണി വേണ്ടിട്ടാ അല്ലേ നിന്റെ താഴെ നീ മാനേജർ ആവുള്ളൂ. നീ ആരും നിന്റെ മാനേജറാ? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മ കുരുത്തം കണ്ട പിള്ളേരെ അല്ലേ നമ്മ ലീഡറാക്ക, അവരൊന്നും ചെയ്യാണ്ടിരിക്കാ. അങ്ങനത്തെ സംഭവം. ഇവിടെയാണ് നമ്മളെ വീട്. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഒരു പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ നമ്മ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അസീബ് കാടൊക്കെ ചെറിയൊരു ട്രീറ്റ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞിട്ട് ഇനി നമ്മ പതുക്കെ തെറിക്കും. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. സ്ഥലത്ത് കണ്ടിട്ട് വാ. അയ്യോ അടിന്നോ, എങ്ങനെയുണ്ട് നിന്റെ വിശേഷങ്ങൾ പറയും? വളരെ ശൂന്യമായ ആകാശമാണ് ഇപ്പൊ. മുന്നത്തെ അവസ്ഥയെക്കാളും വളരെ ഭേദപ്പെട്ട സാധനമൊക്കെ പോണ്ട മേലെ കൂടെ. ശാന്തി, സൈലന്റ്, ശാന്തമാണ്. ഇതാണ് നമ്മുടെ ഇത്തിസലാത്ത് വില്ല സ്പോട്ട്. വണ്ടി എടുക്ക് പോവാ. അവന് ലൈസൻസ് ഒന്നും ഇല്ല ഗൈസ്, വെറുതെ കയറി ഇരിക്കണതാണ്. നിനക്ക് ഉയരില്ലാത്തല്ലേ? ഞങ്ങളില്ലടാ, അവിടെ പിടിച്ചിരുന്നു. ഡ്രിഫ്റ്റിംഗ് ആയിരിക്കും, നാട്ടിലെ പോലല്ല. ഹാപ്പിയോടെ നീ കാണിക്കണ്ട ലൈസൻസ് ഇല്ലാത്ത.